ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സയന്റിഫിക് ഓഫീസറിന്റെ ഫിസിക്സ് സബ്ജക്റ്റിലെ ലേസർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഫിസിക്സിലെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത്, കറക്റ്റ് ആയിട്ടുള്ള സിലബസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ലേസർ എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ അണ്ടറിലുള്ള സബ് ടോപ്പിക്സ് ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ലേസർ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നതാണ്, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ അപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ബേസിക്സ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ലേസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേസറിന്റെ ഫുൾ ഫോം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റർ ആണോ അറിയില്ല, എമിഷൻ ഓഫ് റേഡിയേഷൻ ആണോ? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ്. അപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്, അതൊരു ഫോം ഓഫ് എനർജി ആണ്. അപ്പം ആംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാല്, ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിന്റെ ഇന്റൻസിറ്റി കൂട്ടുകയാണ്. അപ്പം ഒരു ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടിയിട്ട് പിന്നെ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ല മാം. സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രിഗർ കൊടുത്തിട്ട്, എമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് വരുന്ന ആ ഒരു എനർജി റിലീസ് ചെയ്തിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എമിഷൻ എന്ന് പറയാ. സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രിഗർ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുഷ് കൊടുത്തിട്ട്, ഒരു ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യിപ്പിക്കണ എമിഷൻ, ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നതിനെയാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയാം. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയുന്നത്, നമുക്കറിയാം ലേസറിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ ബേസിക് പ്രോപ്പർട്ടീസ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോ ഈ ഞാൻ ഷെയർ ചെയ്തിൽ തന്നെ ഫസ്റ്റ് 5 പ്രോപ്പർട്ടീസ് ഇതിൽ തന്നെ കാണാം. അപ്പം ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താന്ന് വെച്ചാൽ ഹൈലി ഡിറക്ഷണൽ ആണ്. ഹൈലി ഡിറക്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ഡിറക്ഷണൽ എന്ന് വെച്ചാല് നമ്മൾ ഡൈവേർജൻസ് കുറവാണ് എന്നാണ് ഇതിന്റെ ഈ ഒരു പോയിന്റിന്റെ മീനിങ്. അതായത് റേഡിയേഷന് പാരലൽ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും, ലോവർ ഡൈവേർജൻസ് ആയിരിക്കും. ഹൈലി ഡിറക്ഷണൽ ആണ് ലേസർ ബീം. ഓക്കെ, അപ്പൊ ഒരു ഓർഡിനറി ലൈറ്റ് ബീം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആംഗുലർ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. as you can see here. വൺ മീറ്റർ ആണ്. പക്ഷെ ഒരു ലേസർ ബീം ആണെന്നുണ്ടെങ്കിൽ 1 മില്ലിമീറ്റർ ആണ് അതിന്റെ ഡൈവേർജൻസ്. അപ്പൊ ലേസർ എന്ന് പറഞ്ഞാൽ അത്രയും പോയിന്റിങ് ആണ്. ദാറ്റ് മീൻസ് വെരി ലോ ഡൈവേർജൻസ് ആണ്. ക്ലിയർ? ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഹൈലി ഇന്റൻസ് ആണ്. അതായത് ലേസർ ബീം എന്ന് പറഞ്ഞാല് നല്ല ഇന്റൻസിറ്റി കൂടുതലാണ്. നമ്മൾ ആംപ്ലിഫൈഡ് സിഗ്നൽ ആയിട്ട് തന്നെ ലേസർ ബീമിനെ പറയാം. അതായത് സ്മോളർ ആംഗുലർ ഡൈവേർജൻസ് ആയതുകൊണ്ട് നന്നായിട്ട് ഡൈവേർജ് ചെയ്ത് പോയാൽ നമുക്കറിയാം അതിന്റെ ഇന്റൻസിറ്റി കുറയാണ്. ഒരുപാട് ഒരു ഏരിയയിലേക്ക് അത് വൈഡ് ആയിട്ട് സ്പ്രെഡ് ആയിട്ട് പോകുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി ഒബ്വിയസ്ലി ഡിക്രീസ് ചെയ്യാണ്. പക്ഷെ ഹൈലി ഇന്റൻസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഡിറക്ഷണൽ ആണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിന്റെ ഇന്റൻസിറ്റി നല്ല കൂടുതലാണ്. അത് ഡൈവേർജൻസ് കുറവാണെന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി കൂടുതലാണെന്ന് ആ ഫസ്റ്റ് ഡിറക്ഷണൽ എന്ന് പറഞ്ഞ പോയിന്റ് തന്നെ നമുക്ക് കിട്ടി. അപ്പം അതിന്റെ സ്മോൾ ഡൈവേർജൻസ് കാരണം ഹൈ ഇന്റൻസിറ്റി ആണുള്ളത്. ഇന്റൻസിറ്റി ക്യാൻ ബി എൻഹാൻസ്ഡ്, ദാറ്റ് ഇസ് ലേസർ ഇന്റൻസിറ്റി ക്യാൻ ബി എൻഹാൻസ്ഡ്. സോ അതിന്റെ ജസ്റ്റ് ഒരു നമ്പർ വൈസ് പറയുന്നുണ്ട്. 100 വാട്ട് ഇൻകാൻഡസെന്റ് ലാമ്പ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.30 meter, the intensity is 1/10 of watt. അതായത് അത്രയും ഇന്റൻസിറ്റിനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അടുത്തതെന്ന് പറയുന്നത് ഹൈലി, ദ തേർഡ് പോയിന്റ് ഫോർ ദ ലൈറ്റ് ലേസർ ഈസ് ദാറ്റ് ഹൈലി മോണോക്രോമാറ്റിക് ആണ്. ഡു യു നോ വാട്ട് ഇസ് അബൌട്ട് മോണോക്രോമാറ്റിക്? ഹലോ, അതായത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഒരു സിംഗിൾ വേവ് ലെങ്തിലായിരിക്കും. നമുക്കറിയാം ലൈറ്റ്, ഈ ലേസർ ബീമിന്റെ
ലൈറ്റ് എന്ന് പറഞ്ഞത് ഒരു സിംഗിൾ വേവ് ലെങ്ത് ആയിരിക്കും. അത് ഹൈലി മോണോക്രോമാറ്റിക് ആണെന്ന് പറയാം. കമ്പയർഡ് ടു ഓർഡിനറി ലൈറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി മോണോക്രോമാറ്റിക് ആണ്. പിന്നെ അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓർഡർ എന്ന് പറഞ്ഞത് 0.1 കിലോ ഹെർട്സ് ആണ് ലേസറിനും. പിന്നെ അത് 10 മെഗാ ഹെർട്സ് ആണ് ഓർഡിനറി ലൈറ്റിനും. സോ അതിന്റെ മോണോക്രോമാറ്റിസിറ്റിനെയാണ് അത് മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ദ ലേസർ ഈസ് ദാറ്റ് ദ ബീം ക്യാൻ ബി ഫോക്കസ്ഡ് ആൻഡ് കോളിമേറ്റഡ്. അതായത് നമുക്കൊരു ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഇതിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മള് സ്മാർട്ട് ക്ലാസ് റൂമിലൊക്കെ നമ്മൾ പോയിന്റർ യൂസ് ചെയ്യുന്നത് ലേസർ ബീം വെച്ചിട്ടാണ്. ബിക്കോസ് ഓഫ് ദീസ് ഓൾ പ്രോപ്പർട്ടീസ്, ഈ 5 പ്രോപ്പർട്ടീസ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള അപ്ലിക്കേഷൻസിലൊക്കെ ലേസർ യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ ലേസറിന്റെ അപ്ലിക്കേഷൻസ് വേറെയും ഒരുപാടുണ്ട്. ലേസറിന്റെ വേറെ ഏതൊക്കെ അപ്ലിക്കേഷൻസ് ഉള്ളത്? എനിവൺ? ഹലോ, ലേസറിന്റെ വേറെ ഏതെങ്കിലും അപ്ലിക്കേഷൻസ്? വേറെ ലേസർ ഒരുപാട് കേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. കട്ടിങ്, വെൽഡിങ് പെർപ്പസിനൊക്കെ ലേസർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലേസർ ഡ്രില്ലിംഗ് ഒക്കെ നമ്മൾ യൂഷ്വലി കാണുന്നതാണ് പല അപ്ലിക്കേഷൻസിലും. പിന്നെ അൺവാണ്ടഡ് ഹെയർ റിമൂവൽസിന്, നമ്മള് ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സിനൊക്കെ ലേസർ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഐ സർജറിയിലൊക്കെ ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ലേസർ തെറാപ്പീസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ ലേസർ വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നതാണ് ബാർകോഡ് സിസ്റ്റം. ബാർകോഡ് റീഡിങ്, ദിസ് ഇസ് ദ അപ്ലിക്കേഷൻ ഓഫ് ലേസറിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് തന്നെയാണ് ബാർകോഡ് റീഡർ വരുന്നത്. പിന്നെ ലേസർ പ്രിന്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലേസറിന്റെ അപ്ലിക്കേഷൻസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ലെവലായിട്ട് നമ്മൾ ചുറ്റുമുള്ള സംഭവങ്ങളിൽ കാണുന്നത് തന്നെയാണ് ഈ ലേസർ. അപ്പൊ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് പഠിച്ചാൽ നമ്മൾ ചുറ്റും കാണുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്സിൽ എന്തൊരു ടോപ്പിക് പഠിച്ചാലും അത് പരസ്പരം റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്, ചുറ്റും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ first and next we are moving to the theory of laser. തിയറി ഓഫ് ലേസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഐൻസ്റ്റീൻ തിയറി ആണ് പറയുന്നത്. ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിസിക്സിലെ മേജർ കോൺട്രിബ്യൂഷൻ ഉള്ള സയന്റിസ്റ്റ് ആണ് അല്ലേ? സോ ഡു യു നോ എനി കോൺട്രിബ്യൂഷൻസ് ഓഫ് ഐൻസ്റ്റീൻ? E is equal to mc². Yeah. അപ്പൊ റിലേറ്റിവിറ്റി. പിന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നുണ്ട്. ക്വാണ്ടം ഗ്രാവിറ്റേഷണൽ വേവ്സ് അവിടൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പൊ സോ ഇത്രയും കാര്യങ്ങളിൽ ഐൻസ്റ്റീന് നമ്മളെ ഫിസിക്സിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പൊ നമ്മൾ ലേസറിലും ഐൻസ്റ്റീൻ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഐൻസ്റ്റീൻ തിയറി വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ്. ഐൻസ്റ്റീന് നമ്മളെ ലേസറിൽ സ്റ്റിമുലേറ്റഡ് എമിഷന്റെ കൺസെപ്റ്റ് ആണ് ഐൻസ്റ്റീന് നമുക്ക് മുമ്പിൽ വെച്ചത്. അപ്പൊ ഞാൻ ഐൻസ്റ്റീൻ തിയറി പറയാം. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേസറിന്റെ എന്തൊരു അപ്ലിക്കേഷൻ ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് നമ്മൾ ബേസിക്സിൽ എനർജി ലെവൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഇത് നമ്മളെ first energy level and this is the second energy level and this we represent E1 and second one നെ നമ്മൾ E2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പം എപ്പോഴും എക്സൈറ്റേഷൻ ആയിക്കോട്ടെ, അബ്സോർപ്ഷൻ ആയിക്കോട്ടെ, എമിഷൻ ആയിക്കോട്ടെ, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദിസ് എനർജി ലെവൽ. ഈ എനർജി ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലതും നടക്കുന്നത്. സോ നമ്മൾ ഐൻസ്റ്റീൻ തിയറി പറയുമ്പോൾ നമുക്ക് 2 എനർജി ലെവൽസ് പറയാനുണ്ട്. ഫസ്റ്റ് E1 ആൻഡ് E2. ഇവിടെ നോക്കിയേ, എപ്പോഴും എമിഷൻ നടക്കുക ഹയർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്കാണ്. ഇവിടെ സെക്കൻഡ് ലെവലിൽ നിന്നും ഫസ്റ്റ് ലെവലിലേക്കാണ്. ഏതൊരു ഹയർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക്. ഇനി ഇവിടെ ഒരു തേർഡ് ലെവൽ E3 ഉണ്ടെങ്കിൽ അവിടുന്ന് താഴേക്കായിരിക്കും എന്ത്, അല്ലെങ്കിൽ അവിടുന്ന് E3ന്ന് E1ലേക്കും എമിഷൻ നടക്കുക. പക്ഷെ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എനർജി അബ്സോർബ് ചെയ്തിട്ട് ഹയർ ലെവലിലേക്ക് എക്സൈറ്റഡ് ആവുകയാണ് ചെയ്യുക. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഡി എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എമിഷൻ എന്ന് പറയാം. അപ്പൊ നമ്മളെ ഐൻസ്റ്റീൻ തിയറിയിൽ we have 2 energy level. E1 is the lower energy level
and E2 is the higher Higher energy energy. level. Yeah, higher energy level. അപ്പം ഇതിൽ ഏതിലാണ് നമ്മൾ ലേസറിന്റെ കേസിൽ ഹൈലി പോപ്പുലേഷൻ വരിക? E2 ആണോ? E2 E2 ആണ് ബേസിക്കലി E2 ആണ്. കാരണം നമ്മൾ ലേസറിൽ പറയുമ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ അങ്ങനെയുള്ള സ്റ്റേജസ്, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്, കുറച്ച് ടേംസ് ഒക്കെ ഇതിൽ പറയാനുണ്ട്. അപ്പോൾ അതിലൊക്കെ വരുന്നത് ബേസിക്കലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് E2 ആണ്, പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, സോ ഞാൻ ഇവിടെ ഈ ഒരു ഫിഗർ നമുക്ക് കാണാലോ. ഈ ഒരു ഫിഗറിൽ കാണാൻ വെൻ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഒരു റേഡിയേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഫിനോമിന നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. കാരണം E1 നിന്നും റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് ഹയർ ലെവലിലേക്ക് എക്സൈറ്റഡ് ആകും. അപ്പം ഐൻസ്റ്റീൻ തിയറി പറയുമ്പോൾ നമുക്ക് 3 ഫിനോമിനാസ് പറയാനുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് അബ്സോർപ്ഷൻ, second one is spontaneous emission, and the third one is stimulated emission. So coming to absorption. So energy, ഈ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോവർ ലെവലിൽ നിന്നും വന്ന ഇൻസിഡന്റ് റേന്റെ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഹയർ ലെവലിലേക്ക് എക്സൈറ്റഡ് ആകുക, അതാണ് അബ്സോർപ്ഷൻ ബേസിക്കലി. അപ്പം ഇവിടെയുള്ള ഈ 2 എനർജി ലെവൽസിന്റെ എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ hν ആണ്. hν ഈ വരുന്ന റേന്റെ, ഇത് ഞാൻ ഇവിടെ കാണിച്ച ഈ റേന്റെ എനർജി എന്ന് പറഞ്ഞത് hν എനർജി അബ്സോർബ് ചെയ്തിട്ട് ലോവർ ലെവലിലുള്ള ആറ്റംസ് ഹയർ ലെവലിലേക്ക് എക്സൈറ്റഡ് ആകും, E2 സ്റ്റേറ്റിലേക്ക് എക്സൈറ്റഡ് ആകുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് അബ്സോർപ്ഷൻ. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി അബ്സോർപ്ഷൻ എന്ന് പറയാം. ഇനി റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്നത് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഉണ്ട്. റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ B12 N1 U of nu. N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ പെർട്ടിക്കുലർ എനർജി, ദാറ്റ് ഈസ് എനർജി ലെവൽ 1ലുള്ള നമ്പർ ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ N1 എന്ന് പറയാ. B12 എന്ന് പറഞ്ഞാല് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ആണ്. ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് വിച്ച് ഇസ് പ്രോബബിലിറ്റി ഓഫ് അബ്സോർപ്ഷൻ ഫോർ യൂണിറ്റ് ടൈം. എത്ര അബ്സോർപ്ഷൻ നടന്നു എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഇത്, അതിന്റെ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നതാണ് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ്. സോ എത്ര നമ്പർ ഓഫ് ആറ്റംസ് എക്സൈറ്റഡ് ആയി ആൻഡ് വിത്തിൻ പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം. സോ ദാറ്റ്സ് ഓൾ. Then atoms get excited. Atoms excited ലെവലിൽ, അതായത് ഹയർ ലെവലിൽ, ഇപ്പം എക്സൈറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ E2ലായിരിക്കും കൂടുതൽ പോപ്പുലേഷൻ. എക്സൈറ്റഡ് ലെവലിൽ ഒരുപാട് നേരമൊന്നും അവര് പെർസിസ്റ്റ് ചെയ്യൂല, അല്ലെങ്കിൽ അവിടെ നിൽക്കൂല. പിന്നെ എല്ലാ ആറ്റംസിനും ലോവർ ലെവലിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. സോ അവിടെ ലോവർ ലെവലിലേക്ക് വരുമ്പം അവിടെ ഒരു ഡീഎക്സൈറ്റേഷൻ നടക്കും. ഡീഎക്സൈറ്റേഷൻ നടക്കുമ്പം ഒബ്വിയസ്ലി അവിടെ ഒരു എമിഷൻ ഓഫ് ദ റേഡിയേഷൻ ഉണ്ടാവും. ആ എമിഷൻ ഓഫ് റേഡിയേഷന് ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ടാകും. അങ്ങനെ ആ ഒരു എമിറ്റഡ് ലൈറ്റിനെയാണ് നമ്മൾ എമിഷൻ, അല്ലെങ്കിൽ ആ എമിറ്റഡ് ലൈറ്റ് ബേസ് ചെയ്ത് പറയുന്നതാണ് 2 എമിഷൻസ്, ദാറ്റ് ഇസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആൻഡ് സ്പോണ്ടേനിയസ് എമിഷൻ. സോ ഐൻസ്റ്റീൻ തിയറി പറയുമ്പോൾ നമ്മൾ രണ്ടാമത് പറയുന്ന പ്രോസസ് എന്താണ്? സ്പോണ്ടേനിയസ് എമിഷൻ. സോ ഡു യു നോ വാട്ട് ഇസ് സ്പോണ്ടേനിയസ് എമിഷൻ? ഹലോ, സ്പോണ്ടേനിയസ് എമിഷൻ എന്താണെന്നറിയോ? നാച്ചുറൽ ആയിട്ട് എമിറ്റ് ചെയ്യുന്നതല്ലേ? അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് നോർമലിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോ അത് നാച്ചുറലി ഒക്കർ ചെയ്യുന്നതാണ്. അതായത് ഹയർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് നമ്മൾ വേറെ പുഷ് ഒന്നും കൊടുക്കാതെ നാച്ചുറൽ പ്രോസസ് ആയിട്ട് ഒക്കർ ചെയ്യുന്നതാണ്. ഒരു മാക്സിമം ടൈം ഡിലേ ഉണ്ടാകും. എക്സൈറ്റഡ് ആറ്റംസ് ഗെറ്റ് ടു ഡീഎക്സൈറ്റഡ് ലോവർ ലെവൽ. ഡീഎക്സൈറ്റഡ് ലോവർ ലെവലിലേക്ക് എക്സൈറ്റഡ് ആറ്റംസ് ഒക്കെ സ്പോണ്ടേനിയസ്ലി വരിക, വേറെ ട്രിഗർ ഒന്നും കൊടുക്കാതെ. ദിസ് പ്രോസസ് ഈസ് കാൾഡ് സ്പോണ്ടേനിയസ് എമിഷൻ. സോ അവിടെ ഒരു എമിറ്റഡ് എനർജി കാണാൻ കഴിയും. റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും.
റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് A21 into N2. ദാറ്റ് ഈസ് A21 എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ആണ്. എത്ര സ്പോണ്ടേനിയസ് എമിഷൻ നടന്നു എന്നുള്ളതാണ് എന്ത് A21, അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി, പോപ്പുലേഷൻ ഓഫ് ദ ആറ്റംസ് ഇൻ ദ അപ്പർ ലെവൽ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാനാണ് ഈ A21 ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഫോർ സ്പോണ്ടേനിയസ് എമിഷൻ. N2 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ അപ്പർ ലെവൽ ഓർ ദ സെക്കൻഡ് ലെവൽ. നമ്മൾ എടുക്കുന്ന ലെവൽ ഏതാണ്? അപ്പൊ E3 to E2 ആണെന്നുണ്ടെങ്കിൽ E3 is the higher level. E3 ആണ് ഹയർ ലെവൽ. അതിൽ നിന്ന് താഴേക്ക് വരുന്നത് E2. അപ്പം E3യിലുള്ള പോപ്പുലേഷൻ ആണ് നമ്മൾ പറയാ. അപ്പം മാക്സിമം അല്ലെങ്കിൽ അപ്പർ സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ N2 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞത് ഒരു ഇൻകൊഹിറന്റ് ആണ്. അപ്പൊ നമ്മൾ ലേസറിന്റെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞു, ലേസർ ബീം എന്താന്ന് ഫസ്റ്റ് പറഞ്ഞല്ലോ, കൊഹിറന്റ് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ബീം ഇസ് ഹൈലി കൊഹിറന്റ് എന്ന് പറഞ്ഞു. ഇവിടെ കൊഹിറന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് കൊഹിറൻസ് ഉണ്ട്, അത് ഏതാണെന്നറിയോ? രണ്ട് ടൈപ്പ് കൊഹിറൻസ് ഉണ്ട്, ടെമ്പോറൽ കൊഹിറൻസ് ആൻഡ് സ്പേഷ്യൽ കൊഹിറൻസ്. ടെമ്പോറൽ കൊഹിറൻസ് എന്ന് പറഞ്ഞാല് ആ ഒരു സ്പേസ് റിലേഷൻ ആണ് ബേസിക്കലി കൊഹിറൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ ആ ഒരു വിത്തിൻ ടൈം പീരീഡില് ഡിഫറെന്റ് സെയിം ഫേസിൽ ഡിഫറെന്റ് ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ടെമ്പോറൽ കൊഹിറൻസ് ആൻഡ് സ്പേഷ്യൽ കൊഹിറൻസ് റിലേറ്റഡ് ടു ദ ഫേസ് ഇറ്റ്സെൽഫ്. ഒരു വേവിന്റെ ഫേസിനെ റിലേറ്റ് ചെയ്തത് തന്നെയാണ് എന്ത് സ്പേഷ്യൽ കൊഹിറൻസ്. അപ്പോ ലേസർ ബീം ഹൈലി കൊഹിറന്റ് ആണ്. ബട്ട് സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുമ്പോൾ അത് ബീം എന്താണ് ഇൻകൊഹിറന്റ് ആണ്. അതായത് നമുക്ക് ഇതാണ് കൊഹിറന്റ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ, പക്ഷെ ഒരു ഹൈലി കൊഹിറന്റ് ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ കൊഹിറന്റ് ബീമിനെ ഇങ്ങനെ കാണാൻ പറ്റും. മറ്റത് അത്ര അങ്ങോട്ട് ഓർഡർ ഇല്ലാതെ കാണാൻ വേണ്ടി കഴിയും. സോ ദാറ്റ്സ് ഓൾ. ഇനി തേർഡ് പ്രോസസ് എന്ന് പറഞ്ഞാല് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണെന്നറിയോ? സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അതെന്താന്ന് നമ്മൾ പറഞ്ഞു. അതില് കൊഹിറന്റ് സ്റ്റിമുലേറ്റഡ് എമിഷൻ പറഞ്ഞ ആദ്യം നമ്മൾ പറഞ്ഞു, നമ്മളൊരു ട്രിഗർ കൊടുത്തിട്ട്, ലേസർ ബീം എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി ഉണ്ടാകുന്ന ലൈറ്റ് ബീമിനെയാണ് നമ്മൾ ലേസർ ബീം എന്ന് പറയാം. അപ്പൊ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാല് അത് നേച്ചുറലി ഒക്കർ ചെയ്യാതെ നമ്മളൊരു പുഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിഗർ കൊടുത്തിട്ട് എമിഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയാം. ഓക്കെ, ഇതാ ഇവിടെ നോക്കിയ E2 ലെവലിൽ നിന്നും E1 ലെവലിലേക്കാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നത്. സോ എനർജി ഓഫ് ബീം റിലീസ് ആകുന്നുണ്ട്. റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ വി ക്യാൻ സീ ഹിയർ ആസ് B21, that is N2U. So B21 means the stimulated emission coefficient, Einstein coefficient for the stimulated emission. അതിനെയാണ് നമ്മൾ B21 എന്ന് പറയാ. നേരത്തെ പറഞ്ഞ N2 എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ സെക്കൻഡ് എനർജി ലെവൽ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു മൂവ് ടു ദ കമ്പാരിസൺ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് ദ സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്പോണ്ടേനിയസ് എമിഷൻ, the de-excitation of the atoms from the upper level without the presence of an external photon. നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോട്ടോണിന്റെ സഹായത്തിലല്ലാതെ ഒറ്റക്ക് തന്നെ നാച്ചുറലി ഒക്കർ ചെയ്യുന്നതാണ് ഇത് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ. ബട്ട് അത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആകുമ്പോഴോ നമ്മളൊരു ട്രിഗർ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ട്രിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്സ്റ്റേണൽ സപ്ലൈ ഓഫ് എ ഫോട്ടോൺ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹെൽപ്പ് ഓഫ് എ ഫോട്ടോൺ. ഒരു ഫോട്ടോൺ വന്നിട്ട് അടുത്ത ആറ്റത്തിനെ ട്രിഗർ ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത എമിഷൻ നടക്കുന്നത്. സോ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഈസ് in the presence of an external photon. അടുത്തൊരു ഡിഫറൻസ് എന്താന്ന് വെച്ചാല് ഫേസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഫോട്ടോൺസ് എപ്പോഴും ഫേസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്പോണ്ടേനിയസ് എമിഷനിലാണ്. മറ്റേതിലും രണ്ടിലും ഫേസ് റിലേഷൻഷിപ്പ് ഉണ്ട്. പിന്നെ ഇൻകൊഹിറന്റ് എമിഷനെയാണ് നമ്മൾ എന്ത് പറയാ സ്പോണ്ടേനിയസ് എമിഷൻ. കൊഹിറന്റ് എമിഷൻ ആണ് എന്ത് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ദെൻ ഓർഡിനറി ലൈറ്റ് ബീം സ്പോണ്ടേനിയസ്ലി എമിറ്റ് ചെയ്യുന്നതാണ്. ലേസർ ബീം ഒബ്വിയസ്ലി സ്റ്റിമുലേറ്റഡ് എമിഷൻ. ലേസർ ബീം ആണ് എന്ത്
സ്റ്റിമുലേറ്റഡ് എമിഷൻ ത്രൂ ആണ് ഉണ്ടാകുന്നത്. അത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു ഫുൾ ഫോമിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐൻസ്റ്റീൻ കോഎഫിഷ്യൻസ്. നമ്മൾ കണ്ടു ലൈറ്റ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ 3 ഫിനോമിനാസ് ഒക്കർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 3 പ്രോസസ്സസ് ഉണ്ട്. വിച്ച് ആർ ദോസ്? അബ്സോർപ്ഷൻ, then Stimulated emission, spontaneous emission. ആ 3 പ്രോസസ്സ് ഉണ്ട്. പിന്നെ ഇനി അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് പറയുന്നത്. സോ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ, റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഈസ് ദ സം ഓഫ് റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് ദ സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷന്റെയും സ്പോണ്ടേനിയസ് എമിഷന്റെയും രണ്ടിന്റെയും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അബ്സോർപ്ഷൻ റേറ്റ് എത്ര ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട എല്ലാ ഇക്വേഷൻസും, ദാറ്റ് മീൻസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് അബ്സോർപ്ഷനിൽ കണ്ട ആ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അബ്സോർപ്ഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ B12 N1 U of nu is equal to A21 N2 plus B21 N2 U. ഓക്കെ, ഇതില് B12 എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞല്ലോ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്, A21 എന്ന് പറഞ്ഞാല് സ്റ്റിമുലേറ്റഡ് എമിഷൻ, സ്പോണ്ടേനിയസ് എമിഷന്റെ കോഎഫിഷ്യന്റ് ആണ്. ദെൻ B21 എന്ന് പറഞ്ഞാല് സ്റ്റിമുലേറ്റഡ് എമിഷൻ. പിന്നെ N2 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്പർ ഓഫ് ആറ്റംസിന് സെക്കൻഡ് എനർജി ലെവലില്. അപ്പൊ ഇതില് നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നമ്മളെ അതായത് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് B12 N1 മൈനസ് B21 N2 എന്ന് എഴുതി. അതിൽ U കോമൺ ആണ്, ദാറ്റ് ഇസ് U രണ്ടിലും കോമൺ ആണ്. സോ അതിനെ പുറത്തേക്ക് എടുത്തു. ദെൻ A21 is equal to N2. ദെൻ നെക്സ്റ്റ് നമ്മൾ ആ യുവിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് ഇതിന്ന് കിട്ടും ബൈ ദിസ്. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ B21 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യുവിന്റെ ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് A2 ഡിവൈഡഡ് ബൈ B12 ബൈ B21 e raised to h nu by e raised to kt minus 1. So black body radiation പ്രകാരം നമുക്ക് എന്തറിയാം? U എന്ന് പറഞ്ഞാൽ 8pi h nu cube by c cube, that is e raised to h nu by kt minus 1. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും, ഈ ഇക്വേഷനും ദാറ്റ് ഇസ് ഈ ഒരു ഇക്വേഷനും കൂടെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് എഴുതാം. സോ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കമ്പയർ ചെയ്താൽ ദാറ്റ് ഇസ് e raised to h nu by kt minus 1 എന്ന് പറഞ്ഞ കോമൺ ആണ്. സോ അതിനെ നമ്മൾ എടുത്തു, രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്തു. സോ B12 is equal to B21 A21 divided by B21. അതിനെയാണ് നമ്മൾ 8pi h nu cube by c cube ഈ ഒരു ഇക്വേഷൻ കിട്ടി. സോ ഈ ഇക്വേഷൻ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ, റേഷ്യോ ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ടു സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് യൂണിറ്റ് എനർജി ഡെൻസിറ്റിനെയാണ് ഈ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫ്രം ദിസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എനർജി, ദാറ്റ് ഇസ് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് റിയൽ വേരിയബിൾസിനായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഈ e raised to h nu by kt minus 1നെ നമ്മൾ r എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ഇതെന്താണ്? e raised to h nu by kt minus 1 ആണ് എന്ത്? റേഷ്യോ ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ടു സ്റ്റിമുലേറ്റഡ് എമിഷൻ ഫോർ യൂണിറ്റ് എനർജി ഡെൻസിറ്റി. ഓക്കെ, ഇനി R 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ? സ്പോണ്ടേനിയസ് എമിഷൻ ഈക്വൽ ടു സ്റ്റിമുലേറ്റഡ് എമിഷൻ. R 1 ആണെന്നുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് എമിഷൻ ഈക്വൽ ടു സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് ഫോർ 500 നാനോമീറ്റർ വേവ് ലെങ്ത് ആൻഡ് ടെമ്പറേച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതാണ് പറയാനുള്ളത്. ഇനി ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് ഐൻസ്റ്റീൻ തിയറിയാണ്, ഐൻസ്റ്റീന്റെ കോൺട്രിബ്യൂഷൻസ്. അപ്പൊ ഐൻസ്റ്റീന് ഡിഫറെന്റ് കോൺട്രിബ്യൂഷൻസ് ഫിസിക്സില് അതില് നമ്മൾ തന്നെ പറഞ്ഞു, ഒരുപാട് കോൺട്രിബ്യൂഷൻസ് പറഞ്ഞു. അതില് ലേസറിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നമ്മൾ ഐൻസ്റ്റീൻ ആണ് കണ്ടുപിടിച്ചത്. പിന്നെ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ, സ്പെഷ്യൽ തിയറി ഓഫ്
റിലേറ്റിവിറ്റി ഇങ്ങനെയുള്ളതിലൊക്കെ ഐൻസ്റ്റീന് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ലേസറിലുള്ള കോൺട്രിബ്യൂഷനും കണ്ടു. അപ്പോൾ ലേസറിൽ അല്ലെങ്കിൽ ഐൻസ്റ്റീൻ തിയറി എന്തിനെയാണ് ഇപ്പോ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐൻസ്റ്റീൻ തിയറി ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലേസർ. അപ്പം ലേസറിന്റെ പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമുക്ക് അതിലുള്ള ചില ടേംസ് അറിയണം. പോപ്പുലേഷൻ ഇൻവേർഷൻ, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഒക്കെ അറിയണം. അപ്പം ബേസിക്കലി അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റം വേറൊരു ഫോട്ടോണ് വേറൊരു ആറ്റത്തിനെ പോയിട്ട് ട്രിഗർ ചെയ്യുന്നു. അങ്ങനെ അവിടെ വീണ്ടും സ്റ്റിമുലേറ്റഡ് എമിഷൻ. അങ്ങനെ ഓരോ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഓരോ ഹയർ ലെവലിലുള്ള ഫോട്ടോൺസും പോയിട്ട് അടുത്ത ആറ്റത്തിനെ പോയിട്ട് ട്രിഗർ ചെയ്യുമ്പോൾ അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതിന്റെ റേറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാണ്. സോ ദ ഫൈനൽ ഔട്ട്പുട്ട് വിൽ ബി വെരി ലാർജ്. നല്ലൊരു കൂടുതൽ അതാണ് ഇവിടെ കണ്ടില്ലേ. ആദ്യം E1 to E2 to E1 ആദ്യം 2 hν പുറത്തേക്ക് പോയത്. പിന്നെ അതേപോലെ ആ പോയ ഒന്നിൽ നിന്നും വീണ്ടും ഒരു സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്നു. പിന്നെ അത് ഫസ്റ്റ് 2 എണ്ണമായി, പിന്നെ അത് 4 ആയി, പിന്നെ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്തു. ലാസ്റ്റ് ഒരു ലേസർ ബീം, അതായത് ഹൈലി ആംപ്ലിഫൈഡ് ലേസർ ബീം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയുമ്പോൾ കമ്പോണൻസ് ഓഫ് ലേസർ ആണ്. കമ്പോണൻസ് ഓഫ് ലേസർ ഏതൊക്കെയാണെന്നറിയോ? Basic components of laser. ആർക്കും പറയാം. Active medium, a pumping mechanism and an optical resonator. അപ്പൊ ഇത് ഈ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എല്ലാ ലേസേഴ്സിലും ഉണ്ടാവും. അപ്പം ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ലേസേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ND യാഗ് ലേസർ, സെമി കണ്ടക്ടർ ലേസർ, ഹീലിയം നിയോൺ ലേസർ. ഇതിലൊക്കെ എല്ലാത്തിലും ഉള്ള ബേസിക് കമ്പോണൻസ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സോ ദാറ്റ് ഇസ് ആക്റ്റീവ് മീഡിയം, and second one is pumping mechanism, and the third one is optical cavity resonator. Active medium എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആക്റ്റീവ് മീഡിയം എന്ന് പറഞ്ഞാൽ ലേസിംഗ് ആക്ഷൻ, ലേസറിന്റെ ആക്ഷൻ നടക്കുന്ന മീഡിയം അല്ലെങ്കിൽ മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയാ? ആക്റ്റീവ് മീഡിയം. എ മീഡിയം ഓർ മെറ്റീരിയൽ ഇൻ വിച്ച് ലേസർ ആക്ഷൻ ടേക്സ് പ്ലേസ്. ലേസർ ആക്ഷൻ നടക്കുന്ന ഒരു മീഡിയം അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയാ? ആക്റ്റീവ് മീഡിയം. ഇത് ആക്റ്റീവ് മീഡിയം ഡിഫറെന്റ് മെറ്റീരിയൽസിൽ ഉണ്ടാവും. സോളിഡ്സിൽ ഉണ്ടാകും, ലിക്വിഡ്സിൽ ഉണ്ടാവും, ഗ്യാസസിൽ ഉണ്ടാവും. അപ്പൊ ഗ്യാഷ്യസ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഓരോരോ ഹീലിയം നിയോൺ എന്ന് പറഞ്ഞത് ഒരു ഗ്യാസ് ലേസർ ആണ്. പിന്നെ സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സ് വേറെ ഉണ്ട്. പിന്നെ അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ലിക്വിഡ് യൂസ് ചെയ്തിട്ടുള്ള ആക്റ്റീവ് മീഡിയംസ് ഉണ്ട്. അപ്പൊ ഈ ആക്റ്റീവ് മീഡിയം ഈസ് ബേസിക്കലി ദ മെറ്റീരിയൽ ഓർ ദ മീഡിയം ഫോർ ലേസിംഗ് ആക്ഷൻ ടു ടേക്സ് പ്ലേസ്. ലേസറിന്റെ ആക്ഷൻ നടക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ആക്റ്റീവ് മീഡിയം എന്ന് പറയാം. ഓക്കെ, ഞാൻ അതിന്റെ ഫിഗർ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഹീലിയം നിയോൺ ലേസർ എന്ന് പറഞ്ഞത് എക്സാമ്പിൾ ഓഫ് ഗ്യാസ് ലേസർ ആണ്. അതിൽ നിയോൺ ആറ്റംസ് ആണ് എന്ത് ആക്റ്റീവ് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആക്റ്റീവ് മീഡിയത്തിലുള്ള ആറ്റംസ് ആണ് ആക്റ്റീവ് സെന്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. സോ ഹീലിയം നിയോൺ ലേസറിൽ നിയോൺ ആറ്റംസ് ആണ് എന്ത് ആക്റ്റീവ് സെന്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ND യാഗ് ലേസറിൽ നിയോഡീനിയം അയോൺസ് ആണ് എന്ത് ആക്റ്റീവ് സെന്റേഴ്സ് അല്ലെങ്കിൽ ആക്റ്റീവ് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് നമുക്ക് ആക്റ്റീവ് മീഡിയത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് പമ്പിംഗ് മെക്കാനിസം. പമ്പിംഗ് നമ്മളെ ലേസറിൽ ഒരു ഇമ്പോർട്ടന്റ് റിക്വയർമെന്റ് ഓഫ് ലേസർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയേണ്ടതാണ് എന്ത്? പോപ്പുലേഷൻ ഇൻവേർഷൻ, ദെൻ പിന്നെ എന്താ ഉള്ളത്? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഒക്കെ നമുക്ക് അറിയേണ്ടതാണ്. അപ്പം അതിൽ പറയുന്നത് തന്നെയാണ് പമ്പിംഗ് മെക്കാനിസം.
പമ്പിംഗ് മെക്കാനിസം. സോ പമ്പിംഗ് മെക്കാനിസം എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പമ്പിംഗ് മെക്കാനിസം ഉണ്ട്. ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റും അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് എമിഷനും, പോപ്പുലേഷൻ ഇൻവേർഷനും സ്റ്റിമുലേറ്റഡ് എമിഷനും, ഈ രണ്ട് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസറിന് വേണ്ട മെക്കാനിസം ആണ് എന്ത്? പമ്പിംഗ് മെക്കാനിസം. സോ അച്ചീവ് സ്റ്റിമുലേറ്റഡ് എമിഷൻ, മോർ ഡോമിനന്റ് ആൻഡ് പോപ്പുലേഷൻ ഇൻവേർഷൻ, ഇത് രണ്ടും റിക്വയർമെന്റ് ഓഫ് ദ ലേസർ ആണ്. സോ ലേസറിന്റെ റിക്വയർമെന്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസത്തിനെയാണ് പമ്പിംഗ് മെക്കാനിസം എന്ന് പറയാം. പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ പമ്പിംഗ് മെക്കാനിസം എക്സൈറ്റഡ് ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം, അല്ലെങ്കിൽ മോളിക്യൂൾസിനെ ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് മോളിക്യൂൾസിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പിംഗ് മെക്കാനിസംസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ഒപ്റ്റിക്കൽ പമ്പിംഗ്. ഒപ്റ്റിക്കൽ പമ്പിംഗ് ഈസ് ഇൻ റൂബി ലേസർ. റൂബി ലേസറിൽ ഉള്ളതാണ് എന്ത്? ഒപ്റ്റിക്കൽ പമ്പിംഗ്. ഓക്കെ. സോ അതില് രണ്ടാമത്തെ ഇതാണ് ഇലക്ട്രോൺ ഇജക്ഷൻ. പമ്പിങ് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അത് അതിലുള്ളതാണ് എന്ത്? ഇലക്ട്രോൺ ഇജക്ഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇലക്ട്രിക് ഡിസ്ചാർജ്. ഓക്കെ. സോ ഹീലിയം നിയോൺ ലേസറിലാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. പമ്പിംഗ് എന്താന്ന് പറയാം. ഓക്കെ. ഇനി അടുത്തത് നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു കമ്പോണന്റ് ഓഫ് ലേസർ എന്താണ്? ഒപ്റ്റിക്കൽ ക്യാവിറ്റി ലെസ്. ഒപ്റ്റിക്കൽ ക്യാവിറ്റി റെസൊണേറ്റർ ആണ്. ഓക്കെ. ഒപ്റ്റിക്കൽ ക്യാവിറ്റി റെസൊണേറ്റർ ഈ ഒപ്റ്റിക്കൽ ക്യാവിറ്റി റെസൊണേറ്ററിൽ ഒരു പെയർ ഓഫ് മിറേഴ്സ് ഉണ്ട്. ഇതിന്റെ ഫിഗർ ഞാൻ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ. ഒരു പെയർ ഓഫ് മിറേഴ്സ് ഉണ്ട്. അതിൽ ഒരു മിറർ എന്ന് പറഞ്ഞത് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആയിരിക്കും. ഓൺ ദ അതർ സൈഡ്, അടുത്ത സൈഡിലുള്ളതാണെങ്കിൽ ഫുള്ളി റിഫ്ലക്റ്റിംഗ്, 100% റിഫ്ലക്റ്റിംഗ് ആയിരിക്കും. ഇതിന്റെ സെന്റർ പോർഷനിലാണ് ആക്റ്റീവ് മീഡിയം വരുന്നത്. ഓക്കെ. സോ അവിടെ ഒപ്റ്റിക്കൽ റെസൊണേറ്ററിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് മിറേഴ്സ് ആൻഡ് വൺ ഈസ് പെർഫെക്റ്റ് റിഫ്ലക്റ്റർ ആൻഡ് അതർ വൺ വിൽ ബി എ പാർഷ്യലി റിഫ്ലക്റ്റർ. ഓക്കെ. ആക്റ്റീവ് മീഡിയം ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ. ഇതിന്റെ ഇടയിലാണ് ആക്റ്റീവ് മീഡിയം പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഫിഗർ കാണിക്കാം. ഇതാണ് ആക്റ്റീവ് മീഡിയം. രണ്ട് മിറേഴ്സ് ഉണ്ട് ആൻഡ് ഒരു സൈഡിൽ വെച്ചതാണ് നമ്മൾ പറഞ്ഞു എന്ത്? പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആണ്. ആൻഡ് ഇത് 100% റിഫ്ലക്റ്റിംഗ്, ഫുള്ളി റിഫ്ലക്റ്റിംഗ് ആണ്. ഇവിടെ നമ്മൾ ഈ ആക്റ്റീവ് മീഡിയത്തിന്റെ മേലെയാണ് നമ്മൾ പമ്പിംഗ്. ഇതാണ് പമ്പിംഗ്. ഓക്കെ. ഇവിടെയാണ് പമ്പിംഗ് നടക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു ബേസിക് റെപ്രസെന്റേഷൻ ലേസറിന്റെ ആക്റ്റീവ് മീഡിയം, ഒപ്റ്റിക്കൽ റെസൊണേറ്റർ ആൻഡ് പമ്പിംഗ് മെക്കാനിസം ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു ബേസിക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പറയാം. ഓക്കെ. ഇനി ബേസിക്കലി ഒരു സ്പോണ്ടേനിയസ് എമിഷൻ ബൈ അതായത് സ്പോണ്ടേനിയസ് എമിഷന് വരുന്ന ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ്. സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് വരുന്ന ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് എന്താണ്? ഇവര് റാൻഡംലി അറേഞ്ച്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ റാൻഡം ഡിറക്ഷനിലായിരിക്കും. സ്പോണ്ടേനിയസ് എമിറ്റഡ് ഫോട്ടോൺസ് എന്ത് ചെയ്യും? സ്പോണ്ടേനിയസ്ലി എമിറ്റഡ് ഫോട്ടോൺസ് ഈ ആറ്റംസിനെ അല്ലെങ്കിൽ അയോൺസിനെ ഇതും ആക്റ്റീവ് മീഡിയം ആണ്. ഇത് മിറർ ആണ്. ഇത് രണ്ട് മിറർ ആണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇത് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആണ്. നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ളത്, റൈറ്റ് സൈഡിലുള്ളത് എന്താണ്? ഫുള്ളി റിഫ്ലക്റ്റിംഗ് ആണ്. അപ്പോൾ സ്പോണ്ടേനിയസ് എമിഷനിലുള്ള അയോൺസ് അല്ലെങ്കിൽ ആറ്റംസ് എന്താണ്?
റാൻഡംലി അറേഞ്ച്ഡ് ആയിരിക്കും. സ്പോണ്ടേനിയസ് എമിറ്റഡ് ഫോട്ടോൺസ് വിൽ ട്രിഗർ ദം, അവര് ട്രിഗർ ചെയ്യും, എന്നിട്ട് അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കും. അവിടെ എന്തുണ്ടാകും? സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ടാകും. സോ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എമിഷൻ ഓഫ് ദ ഫോട്ടോൺസ് ഉണ്ടാകും. സോ നെക്സ്റ്റ് ലെവലില് അവര് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഇവിടെ എല്ലാരും റാൻഡം അറേഞ്ച്മെന്റിലാണ് ഫസ്റ്റ് കേസിൽ. സെക്കൻഡ് കേസിൽ നോക്കിയാൽ അറിയാം, ഒരു ഫസ്റ്റ് ഭാഗത്തുള്ളതൊക്കെ ഡയറക്റ്റ് അറേഞ്ച്മെന്റ് ആണ്, അതായത് കുറച്ചൊക്കെ ഡിറക്ഷണൽ ആയിട്ടുണ്ട്. പക്ഷെ ചിലതൊക്കെ റാൻഡംലി അറേഞ്ച്ഡ് ആണ്. സ്റ്റിമുലേറ്റഡ് എമിഷൻ സ്റ്റാർട്ട് ചെയ്ത ഫിഗർ ആണ് രണ്ടാമത്തത്. ഇനി തേർഡ് വൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ആദ്യം സ്പോണ്ടേനിയസ് എമിഷൻ നടന്നു, എന്നിട്ട് അവിടെ ഫോട്ടോൺസ് ട്രിഗർ ചെയ്തു, സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്നു. ഈ രണ്ടാമത്തെ കേസിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്നു. മൂന്നാമത്തെ കേസിൽ എന്താണ്? ഈ സ്റ്റിമുലേറ്റഡ് എമിറ്റഡ് ഫോട്ടോൺസ് വീണ്ടും എന്താണ്? വീണ്ടും ആറ്റത്തിനെയും അയോൺസിനെയും എന്താണ്? ട്രിഗർ ചെയ്യാണ്. അപ്പൊ അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ വീണ്ടും നടക്കും. അപ്പൊ മോർ നമ്പർ ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ വിൽ ഒക്കർ. അപ്പം സ്റ്റിമുലേറ്റഡ് എമിഷൻ കൂടിയാല് എല്ലാ ആറ്റംസും അല്ലെങ്കിൽ എല്ലാ അയോൺസും എന്താണ്? ഡയറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഡയറക്റ്റ് അറേഞ്ച്മെന്റ് ആണ്. ഒരു ഡിറക്ഷണൽ ആകും, കൊഹിറന്റ് ആകും. സോ ഇതിൽ നിന്ന് വരുന്ന ഈ ലാസ്റ്റ് തേർഡ് ഫിഗറിൽ നിന്നും വരുന്ന ലൈറ്റ് ബീം എന്താണ്? ഹൈലി ആംപ്ലിഫൈഡ് ആകും, ഇന്റൻസിഫൈഡ് ആകും, അതുപോലെ തന്നെ കൊഹിറന്റ് ബീം ആകും. ഓക്കെ, ആംപ്ലിഫൈഡ്, ഇന്റൻസിഫൈഡ് ആൻഡ് കൊഹിറന്റ് ബീം. ഇങ്ങനെയുള്ള ബീമിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇതിന്ന് പുറത്തു വരുന്ന ബീമാണ് എന്ത്? ലേസർ ബീം. ലേസർ ബീം മനസ്സിലായോ? യെസ് മാം. ഓക്കെ, ഇപ്പൊ നമ്മള് പോപ്പുലേഷൻ ഇൻവേർഷൻ, ഒപ്റ്റിക്കൽ റെസൊണേറ്റർ പറഞ്ഞ് അങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. അപ്പം ത്രെഷോൾഡ് ലെവൽ, അതായത് സ്റ്റിമുലേറ്റഡ് ഫോട്ടോൺസ് ആണ് നമ്മൾ വീണ്ടും വീണ്ടും സ്റ്റിമുലേറ്റഡ് എമിഷൻ നടത്തുന്നത്. അങ്ങനെ ഫൈനലി വി വിൽ ഗെറ്റ് ആൻ highly intensified, amplified and coherent beam of light, and this is called a laser beam. Okay, അവിടെ spontaneous emission, stimulated emission രണ്ടും നടന്നു. ഇനി നമ്മൾ പറയുന്നത് റിക്വയർമെന്റ് ഓഫ് ലേസർ ആണ്. അതിന്റെ ഫസ്റ്റ് വൺ പോപ്പുലേഷൻ ഇൻവേർഷൻ. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് എനർജി ലെവൽ ഉണ്ടാകും. ഇത് ലോവർ ലെവലാണ്, ഇത് ഹയർ ലെവലാണ്. E1 എന്ന് പറഞ്ഞത് ലോവർ ലെവലാണ്, E2 എന്ന് പറഞ്ഞത് ഹയർ ലെവലാണ്. സോ എനർജി ഓഫ് ദ ലോവർ ലെവലിനെയാണ് E1 ആൻഡ് എനർജി ഓഫ് ദ ഹയർ ലെവലിനെയാണ് E2 എന്ന് പറയുന്നത്. സോ മേലെന്ന് ഹയർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്കാണ് ഡി എക്സൈറ്റേഷൻ ഉണ്ടാകുക. എക്സൈറ്റേഷൻ എങ്ങനെയാണ്? ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക്. സോ കണ്ടിന്യൂസ്ലി എക്സൈറ്റേഷൻ ആൻഡ് ഡി എക്സൈറ്റേഷൻ ഒക്കർ ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് ഒരു ലേസറിന്റെ കേസിൽ പോപ്പുലേഷൻ, അതായത് ഫസ്റ്റ് ലെവലിന്റെ പോപ്പുലേഷനെ N1 എന്ന് വിളിക്കും, സെക്കൻഡ് ലെവലിന്റെ പോപ്പുലേഷനെ N2 എന്ന് വിളിക്കും. അപ്പൊ ഫസ്റ്റ് ലെവലിന്റെ പോപ്പുലേഷനിൽ നമ്മൾ ഒരു 2 ആറ്റംസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ലെവലില് അതിൽ കൂടുതൽ, അതായത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആൻഡ് സ്പോണ്ടേനിയസ് എമിഷൻ കണ്ടിന്യൂസ്ലി നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ്? ഒരു 5 ആറ്റംസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഒരു 5 ആറ്റംസ്, N2 5ഉം N1 3ഉം. ഓക്കെ, സോ ഇവിടെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഏതാണ്? ഹയർ ലെവലിലാണ്, അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. സോ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഹയർ ലെവലില് മോർ പോപ്പുലേറ്റഡ് ആവുകയും താഴെയുള്ള ലെവലില് അതിനേക്കാളും കുറഞ്ഞ പോപ്പുലേഷൻ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയാ. ലേസർ ആക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ ഈസ് ദ ഫസ്റ്റ് റിക്വയർമെന്റ്. അതൊരു റിക്വയർമെന്റ് ആണ്, എന്നാലെയാണ് ലേസർ ആക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ വേയിലോട്ട് പോവാം. ദാറ്റ് ഈസ് മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ. According to Maxwell-Boltzmann distribution law, we know that N1 is equal to N0 e raised to minus E1 by KT. അല്ലേ? നമുക്കറിയാം N1 എന്ന് പറഞ്ഞത് പോപ്പുലേഷൻ ഓഫ് ദ, ഇവിടെ N1ഉം N0 എന്ന് പറയുമ്പോൾ എന്താണ്? ഹയർ ലെവൽ എന്ന് പറഞ്ഞത് N1 ആണ്. സോ N1 ഹയർ ലെവലിന്റെ പോപ്പുലേഷൻ ആണ്.
അതിന്റെ എനർജിയാണ് E1. സോ number of atoms in the energy level decreases exponentially with the energy of that level. അതാണ് ഈ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് എനർജി ലെവലിന്റെ നമ്പർ ഓഫ് ആറ്റംസ് എന്താണ്, എനർജീനെ ബേസ് ചെയ്ത് നോക്കിയിട്ട് അത് എക്സ്പൊണൻഷ്യലി കുറയാണ് ചെയ്യുക. അതായത് പോപ്പുലേഷൻ ഇൻവേർഷൻ എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഫസ്റ്റ് ഹയർ ലെവലില് മോർ പോപ്പുലേഷനും ലോവർ ലെവലില് ലോ പോപ്പുലേഷനും. സോ N1 by N2 is equal to e raised to E2 minus E1 by KT. ഓക്കെ, ഇതാണ് നമ്മളെ പോപ്പുലേഷൻ ഇൻവേർഷന്റെ ബേസിക് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഇൻവേർഷൻ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്, മാക്സിമം പോപ്പുലേഷൻ വിൽ ബി ഇൻ ദ ഹയർ ലെവൽ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ത്രൂ നമുക്ക് മനസ്സിലാകും എന്ത്, ദ എനർജി ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ഹയർ ലെവൽ ഈസ് ഗ്രേറ്റർ. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചത്. N1 by N2 is equal to e raised to E2 minus E1. The atoms in the two level energy distributed according to the Boltzmann statistic. അങ്ങനെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ പറഞ്ഞു, N1 is equal to N0 e raised to minus E1 by KT. അപ്പോൾ എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യാണെന്ന് മനസ്സിലായി. ബട്ട് we need population inversion. So E2 will be very much greater. Energy of the second level will be greater and the population will be higher in the higher level. Okay. So ഈ സിറ്റുവേഷൻ ആണ് തിക്ലി പോപ്പുലേറ്റഡ് എന്ന് പറയാ. ഒരു ലേസർ ആക്ഷൻ നടക്കണമെങ്കിൽ ഉള്ള റിക്വയർമെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ട്. ഞാൻ ഈ ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. This is called population inversion. Okay. So next is metastable state. Metastable state എന്താണെന്നറിയോ? Metastable state രണ്ടാമത്തെ നമ്മളെ ലേസറിന്റെ റിക്വയർമെന്റിൽ രണ്ടാമത്തേതാണ് എന്ത്, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. സോ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് എക്സൈറ്റഡ്, നമുക്കറിയാം എക്സൈറ്റഡ് ആറ്റം, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താണ്, എക്സൈറ്റഡ് ആറ്റംസ് സെക്കൻഡ് ലെവലിൽ ഒരുപാട്, അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരുപാട് സമയമൊന്നും നിൽക്കൂല. അത് ഡി എക്സൈറ്റേഷൻ നടന്നിട്ട് അതിന്റെ ലോവർ ലെവലിലേക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. So the excited atom to the upper energy level E2 can reside in that level up to a maximum time. ഒരു maximum time ലൈഫ് ടൈം വരെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അതിന്റെ ഡി എക്സൈറ്റേഷൻ നടക്കും. അതിനെ നമ്മൾ ടോ സെക്കൻഡ്സ് എന്ന് പറയാം. ഒരു ഓർഡിനറി എനർജി ലെവൽസിനാണെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം എത്രയാണ്, ലൈഫ് ടൈമിന്റെ ഓർഡർ 10 raised to minus 8 to 10 raised to minus 9 സെക്കൻഡ് ആണ്. നമ്മൾ ആറ്റത്തിനെ കളക്ട് ചെയ്യാൻ, അതായത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആ ഒരു എനർജി ടൈം, ദ എനർജി ലെവൽ ഓഫ് ലൈഫ് ടൈം ഓർ ഓഫ് ദ ഓർഡർ ഓഫ് മില്ലി സെക്കൻഡ് ഓർഡറിലുള്ള എനർജി ലെവലിന്റെ ലൈഫ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയാ, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ഓക്കെ, സോ ഇതിലുണ്ട്, ഡെഫിനിഷൻ ഉണ്ട്. ലേസർ ബീമിനെ നമ്മൾ ഓർഡിനറി, ഇപ്പൊ ലേസർ ബീമിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കമ്പയർ ചെയ്ത് പറയുന്നത് നമ്മൾ ഓർഡിനറി ലൈറ്റ് ബീമിനെയാണ്. സോ കമ്പയർഡ് ടു ദ ഓർഡിനറി ലൈറ്റ് ബീം, ലേസർ ബീം ഹാവ് എൻ എനർജി ലെവൽ ആൻഡ് ദ ആറ്റംസ് ക്യാൻ റിസൈഡ് ഇൻ ദ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് 10 raised to 6 times. അതായത് ഓർഡിനറി ലെവലിനേക്കാളും അല്ലെങ്കിൽ ഓർഡിനറി ലൈറ്റ് ബീമിനേക്കാളും 10 raised to 6 times മോർ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ അവർക്ക് സ്റ്റേ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാൻ കഴിയും. ഓക്കെ, ഇത്രയാണ് നമ്മളെ ലേസറിന്റെ ബേസിക് പ്രോപ്പർട്ടീസ്. സോ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ക്ലിയർ അല്ലേ?
ഓക്കെ, നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത ഫസ്റ്റ് ലേസറിന്റെ ക്ലാസ് ആണ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടെ ഞാനൊന്ന് വൈൻഡ് അപ്പ് ചെയ്ത് പറഞ്ഞുതരാം. ലേസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ, അതിനെയാണ് നമ്മൾ ലേസർ എന്ന് പറയാം. ലേസർ ബീമിന് മറ്റേ ഓർഡിനറി ലൈറ്റ് ബീമിൽ നിന്നും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഡിഫറെന്റ് ആയിട്ട് നിൽക്കാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ലേസർ ഫൈവ് പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് ഹൈലി ഡിറക്ഷണൽ ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തത് ഹൈലി ഇന്റൻസിറ്റി വിൽ ബി വെരി മച്ച് ആൻഡ് ഹൈലി മോണോക്രോമാറ്റിക് ആണ്. കൊഹിറന്റ് ബീം ഓഫ് ലൈറ്റ് ആണ്, ഹൈലി കൊഹിറന്റ് ആണ്. ആൻഡ് ബീം ക്യാൻ ബി ഫോക്കസ്ഡ് ആൻഡ് കോർഡിനേറ്റഡ്. ദാറ്റ് ഈസ് പിന്നെ ലേസറിന്റെ ഒരുപാട് അപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൽ തന്നെ, ഈ ലേസറിന്റെ അതിൽ തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേസർ നോക്കുന്നുണ്ട്. റൂബി ലേസർ, യാഗ് ലേസർ, സെമി കണ്ടക്ടർ ലേസർ, അങ്ങനെ ഹീലിയം നിയോൺ, അങ്ങനെ ഗ്യാഷ്യസ് ലേസേഴ്സും സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ തിയറി ഓഫ് ലേസർ. തിയറി പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർത്തത് ഐൻസ്റ്റീനെയാണ്. ഐൻസ്റ്റീൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ടു ഡിഫൈൻ ദ കോഎഫിഷ്യന്റ് ഓഫ് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ലേസർ ആക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ആക്റ്റീവ് മീഡിയത്തിലാണ്. സോ ഇറ്റ് ഹാസ് രണ്ട് എനർജി ലെവൽ ഉണ്ട്, E1 ഉം E2. E1 എന്ന് പറഞ്ഞത് നമ്മളെ ഗ്രൗണ്ട് ലെവൽ, E2 എന്ന് പറഞ്ഞത് ഹയർ എക്സൈറ്റഡ് ലെവൽ ആണ്. പിന്നെ നമ്മൾ അവിടെ എക്സൈറ്റേഷൻ കാണിച്ചിട്ടുണ്ട്. എക്സൈറ്റ് ചെയ്യുമ്പോൾ അബ്സോർബ് ചെയ്തിട്ടാണ് എക്സൈറ്റേഷൻ നടക്കുക. റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ, ഐൻസ്റ്റീൻ തിയറി പറയുമ്പോൾ 3 പ്രോസസ്സ് അല്ലെങ്കിൽ 3 ഫിനോമിനാസ് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഇസ് അബ്സോർപ്ഷൻ, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സ്പോണ്ടേനിയസ് എമിഷൻ, ആൻഡ് ദ തേർഡ് വൺ ഇസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ അബ്സോർപ്ഷൻ മീൻസ് നമ്മൾ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഓർ ദ ഹയർ സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്തു പോകുന്നതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുക. അബ്സോർപ്ഷൻ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഈസ് B12 N1 U ഓഫ് ന്യൂ, ആൻഡ് B12 എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ആണ്. നെക്സ്റ്റ് സ്പോണ്ടേനിയസ് എമിഷൻ ഈസ് ദ നാച്ചുറലി ഒക്കറിംഗ് എമിഷൻ or atoms get de-excited to the lower level. ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഡീഎക്സൈറ്റേഷൻ നടക്കുന്നു. അവിടെയുള്ള സ്പോണ്ടേനിയസ് എമിഷൻ റേറ്റ് ഇസ് A21 into N2. A21 ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ആണ്. N2 എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ സെക്കൻഡ് ലെവൽ. ഓക്കെ, പിന്നെ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? ട്രിഗർ കൊടുത്തിട്ട് എമിഷൻ നടക്കുന്നതിനെയാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയാം. സോ അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ കോഎഫിഷ്യന്റ് ഉണ്ട്, അതിനെ B21. Then rate of stimulated emission B21 into N2 U of nu. Okay, next comparison of spontaneous emission and stimulated emission ആണ്. അത് നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. Then relationship between ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ്. ഇവിടെ നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ ഒക്കെ പറയുന്നുണ്ട്. സോ അത് ആദ്യം നമുക്കറിയാം അബ്സോർപ്ഷൻ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് എമിഷന്റെയും സ്റ്റിമുലേറ്റഡ് എമിഷന്റെയും 2 റേറ്റും കൂടെ സമ്മപ്പ് ചെയ്തതാണ്. ആ ഇക്വേഷൻസ് ഇതിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ ഓഫ് spontaneous emission to stimulated emission, that is A21 by B21 U of nu is equal to e raised to h nu by kt minus 1. Next principle of lasers. Laserന്റെ principle stimulated emission ആണ്. How it occurs, എങ്ങനെയാണ് നടക്കുന്നത്? ഫസ്റ്റ് ഒരു ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഉള്ള ഒരു ആറ്റത്തിനെ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഇതിനെ നമ്മൾ ഒരു ഫോട്ടോൺ വെച്ചിട്ട് ട്രിഗർ ചെയ്യുന്നു. അപ്പം ഒരു ഫസ്റ്റ് സ്റ്റേറ്റിൽ 2 ഫോട്ടോൺസിനെ റിലീസ് ചെയ്യുന്നു, പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റിൽ 4 ആകുന്നു, മൂന്നാമത്തെ സ്റ്റേറ്റിൽ അത് 8 ആകുന്നു. സോ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാണ്. ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ആൻഡ് ഇറ്റ് വിൽ ബി ആൻ ഹൈലി ഇന്റൻസിഫൈഡ്, coherent and highly directional beam of light, and that is called laser. Next, components of laser. Components of laser le nammal oru figure undu. Yeah, ഇതില് നമുക്ക് ആക്റ്റീവ് മീഡിയം കാണാം, പമ്പിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്.
പമ്പിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പിന്നെ രണ്ട് മിറേഴ്സ് ഉണ്ട്. രണ്ട് മിറേഴ്സിനെയാണ് ഈ രണ്ട് എൻഡിൽ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് പാർഷ്യൽ റിഫ്ലക്ടർ ആൻഡ് ദ 100% reflecting mirror. This will produce an oscillating waves. ഒരു oscillating waves produce ചെയ്യുന്നു. And output beam എന്ന് പറയുന്നത് ഒരു laser beam ആണ്. So this is the basic representation of a laser action. Then active medium എന്തിനാന്ന് നമ്മൾ പറഞ്ഞു. Active medium can be solid, liquid or the gas, and the active medium is a medium where the laser action occurs. Laser action നടക്കുന്നതാണ്. Then pumping mechanisms. Pumping mechanisms are different types in the optical pumping. Optical pumping is using the optical signals or the light signals use ചെയ്തിട്ട് പമ്പിങ് നടത്തുന്നതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ പമ്പിംഗ് എന്ന് പറയാ. ഇലക്ട്രോൺ ഇജക്ഷൻ, ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്തിട്ട് പമ്പിംഗ് ആക്റ്റീവ് മീഡിയത്തിലേക്ക് പമ്പിംഗ് മെക്കാനിസം നടക്കുന്നത് ഇലക്ട്രോൺസിനെ ഇഞ്ചക്ഷൻ നടത്തിയിട്ടാണ്. ഇജക്ട് ചെയ്യല്ല, ഇഞ്ചക്ഷൻ നടത്തിയിട്ടാണ്. ഇൻഇലാസ്റ്റിക് കൊളിഷൻ ത്രൂ പമ്പിംഗ് നടക്കാം ആൻഡ് ഇലക്ട്രിക് ഡിസ്ചാർജ്. Then the final component is optical resonator, optical cavity resonator or the resonator, simply resonator എന്നും പറയാം. Okay. Resonant cavity, resonator or resonant cavity. ഇവിടെ രണ്ട് മിറേഴ്സ് ഉണ്ട്, partially reflecting and highly 100% reflecting. So continuous reflection of this beam. ഫസ്റ്റ് എല്ലാ ബീമും പോയിട്ട് പാർഷ്യലി റിഫ്ലക്റ്റിംഗിൽ തട്ടിയിട്ട് അവിടെ അവര് ടു ആൻഡ് ഫ്രോ ഇങ്ങനെ നടക്കും. അതായത് ഇവിടെ നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും ഈ ആക്റ്റീവ് മീഡിയത്തില് ഈ ഫസ്റ്റ് സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുമ്പോൾ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് റാൻഡംലി അറേഞ്ച്ഡ് ആയിരിക്കും. പിന്നെ ഈ ഫോട്ടോൺസ് വന്ന് ട്രിഗർ ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ടാക്കും. ഈ സ്റ്റിമുലേറ്റഡ് എമിഷനിൽ കുറച്ചുള്ള ആറ്റംസ് ഒക്കെ ഡയറക്റ്റ് ബീമാകും, കുറച്ച് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആയിരിക്കും. അതായത് ഫസ്റ്റ് ഈ പാർഷ്യലി റിഫ്ലക്ടർ മീഡിയത്തിൽ തട്ടിയിട്ട് വീണ്ടും തിരിച്ചു വരും. ഇത് രണ്ടാമത്തെ സ്റ്റേറ്റിൽ വീണ്ടും സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുമ്പോൾ എല്ലാ ആറ്റത്തിനും അയോൺസിനും എന്ത് നടക്കും, ആറ്റംസ് ഓർ അയോൺസ് എന്ത് നടക്കും, ഈ പാർഷ്യൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പൊ എല്ലാവരും എന്താണ്, ബാക്ക് ആൻഡ് ഫ്രോ മോഷൻ നടക്കും. ഈ കണ്ടിന്യൂസ് ബാക്ക് ആൻഡ് ഫ്രോ മോഷൻ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഇന്റൻസിഫൈഡ് or amplified coherent directional beam that is called laser beam. Then നമ്മൾ population inversion പറഞ്ഞു. population inversion എന്ന് പറഞ്ഞാല് higher level more populated and lower level will be a less population. And metastable state എന്ന് പറഞ്ഞാല് എത്ര സമയം നമ്മൾ ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ എത്ര സമയം നമ്മൾ നിൽക്കുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. അധിക ആറ്റംസും അല്ലെങ്കിൽ ഏതൊരു ആറ്റംസിനും അയോൺസിനും ഡി എക്സൈറ്റേഷൻ നടന്നിട്ട് ഗ്രൗണ്ട് ലെവലിൽ എത്താനാണ് അവർ ശ്രമിക്കുക. ദ എനർജി ലെവൽ ഓഫ് ലൈഫ് ടൈം ഓഫ് ദ ഓർഡർ ഓഫ് മില്ലി സെക്കൻഡ് ഈസ് കോൾഡ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Yes, ma'am. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്താൽ മതി കേട്ടോ. Okay, ma'am. ഓക്കെ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു. Thank you, ma'am.